നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്ത്രീ സംരക്ഷണത്തിന്റെ കുത്തകാവകാശം CPM-നാണ് എന്നാണ് വായ്പ്. പക്ഷേ അത് വെറും വ്യാജമാണെന്ന് നമുക്കേവർക്കും അറിയാം. VS അച്യുതാനന്ദൻ അധികാരമേക്കുന്നതിന് മുമ്പ് തന്നെ കവിയൂർ കിള്ളിയൂർ കേസിലെ പ്രതികളെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. സ്ത്രീവിരുദ്ധതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ത്രീപക്ഷം പറയുകയും സ്ത്രീവിരുദ്ധത ഏറ്റവും കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നത് CPM ആണെന്ന് നമുക്കറിയാം. ഇതിനു മുമ്പ് സൂര്യനെല്ലി പെൺകുട്ടിയുടെ വിഷയം വന്നപ്പോൾ നയനാർ പറഞ്ഞത് നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്ത്രീകൾ ഉള്ളിടത്തെല്ലാം പീഡനം നടക്കുമെന്നും അമേരിക്കയിൽ ഇതൊക്കെ ചായ കുടിക്കുന്നത് പോലെയാണെന്നുമൊക്കെ അന്ന് നിയമസഭയിലടക്കം പറഞ്ഞ നയനാരെ നമുക്കറിയാം. അതിനുശേഷം VS അച്യുതാനന്ദൻ കവിയൂർ കിളിരൂർ കേസിലെ പ്രതികളെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വിചാരിച്ചത് CPM-ന്റെ തന്നെ സഖാക്കന്മാരുടെ മക്കൾ ഉൾപ്പെട്ട ഈ കേസിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കുമെന്നും അവരെ കയ്യാമം വെച്ച് VS തെരുവിലൂടെ നടത്തിക്കുമെന്നാണ്. ഏതായാലും നമുക്കറിയാം, അക്കാലത്ത് വിഭാഗീയത വളരെ രൂക്ഷമായിരുന്നു CPM-ൽ എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ VS അച്യുതാനന്ദൻ ഇതൊക്കെ ചെയ്യുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ജനങ്ങൾക്ക് മുന്നിലേക്ക് VS അച്യുതാനന്ദൻ പിന്നീട് നിശബ്ദനാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഭരണം പിടിക്കാൻ വേണ്ടി സ്ത്രീകളുടെ സംരക്ഷണം പറയുകയും പിന്നീട് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന VS-നെയാണ് ആദർശത്തിന്റെ ആൾരൂപമായി എല്ലാവരും വാഴ്ത്തുന്നത്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം പിന്നീട് നോക്കിയാൽ ജിഷ കേസുമായി ബന്ധപ്പെട്ട് ജിഷയുടെ ഘാതകരെ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. ഏതായാലും ജിഷയുടെ ഘാതകൻ എന്ന് പറയപ്പെടുന്ന ഒരാളെ പിടിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അതാണോ യഥാർത്ഥ ഘാതകൻ എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴാണ് പിന്നീട് വന്നിട്ടുള്ള ഓരോ വിഷയങ്ങളും. CPM സഖാക്കന്മാർ പ്രതികളായ കേസുകളിൽ ഇരകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ മറ്റേതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടു. അടുത്ത കാലത്ത് പ്രമാദമായി ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീപീഡന കേസുകൾ ഇതിനു മുമ്പുമുണ്ട്. അതായത് PK ശശി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ചേർത്ത് വെച്ച് പറയാനുണ്ട്. പക്ഷെ അവരെയൊക്കെ സംരക്ഷിതരായി നിർത്താൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. തീവ്രത കുറഞ്ഞ പീഡനമാണോ തീവ്രത കൂടിയ പീഡനമാണോ എന്നൊക്കെ നോക്കി അതിന് പ്രത്യേക മെഷീനറി തന്നെയുണ്ട്. പാർട്ടി കോടതിയുണ്ടെന്നാണ് ജോസഫൈൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെയൊക്കെ പരാതിക്കാരും അല്ലെങ്കിൽ പരാതിയും ഒക്കെ എവിടെ പോയി, പോലീസിലേക്ക് പരാതി എത്തിയില്ല എന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടതും PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ടതും. രണ്ടും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്. സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട് ദിലീപിനെ കടന്നാക്രമിച്ചുകൊണ്ട് ദിലീപിനെ വല്ലാതെ എതിർത്തുകൊണ്ട് ദിലീപിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും കോടതി ദിലീപിനൊപ്പം നിന്നതോടെ നിശബ്ദമാകേണ്ട സാഹചര്യം കേരളത്തിലെ ഇടത് സർക്കാരിനുണ്ടായി. ആ വിഷയത്തിൽ ഇടത് സർക്കാരിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടായിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്കും ചില ആക്ടിവിസ്റ്റുകൾക്കുമൊക്കെയാണ്. സിനിമാ രംഗത്തു നിന്നുള്ള ചിലരും അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്ന് ദിലീപിനെ തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഏതായാലും വിധി വന്നതോടെ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് അടങ്ങി. അതിനുശേഷം അതിനിടയ്ക്ക് അവർക്ക് കിട്ടിയ ഒരു ഇരയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യഘട്ടത്തിൽ ഒരു പരാതിയില്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചില വാദങ്ങൾ ഉയർത്തി. അതിനുശേഷം 3 പരാതിക്കാർ വരുന്നു. അതിലെ ആദ്യ പരാതിക്കാരി വിവാഹിതയാണ്. രണ്ടാമതൊരു പരാതിക്കാരി ഉണ്ടോ എന്ന സംശയം തന്നെ കോടതി പ്രകടിപ്പിക്കുന്നു. മൂന്നാമത്തെ പരാതിക്കാരിയും വിവാഹിതയാണ്. ആ കേസിലും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കേസിലും പരാതിക്കാരി കേരളത്തിലെത്തി മൊഴി രേഖപ്പെടുത്താൻ പോലും വിലക്കിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തീർക്കാനുള്ള കാരണങ്ങൾ തേടി നടന്ന അവരുടെ ഇടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം എത്തപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. തനിക്ക് കിട്ടിയ അധികാരവും പദവിയുമൊക്കെ ആ സമയത്ത് ഏതൊക്കെ സ്ത്രീകൾ തന്നിലേക്ക് ആകർഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളിലേക്ക് ഇയാൾ ആകർഷിക്കപ്പെട്ടോ ആ സ്ത്രീകളുമായി എല്ലാം ബന്ധം സ്ഥാപിച്ചു. ധാർമ്മികമായി ശരിയല്ലാത്ത 100% ശരിയല്ലാത്ത പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത്. പക്ഷെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ആരുമായി ബന്ധമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതും ഇവിടെ പരാതിക്കാരി ആരാണ് എന്നുള്ളതാണ്. വിവാഹബന്ധത്തിൽ തന്നെ നിൽക്കുന്ന പരാതിക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. മറ്റുള്ള ഒരാൾ പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ ഡിവോഴ്സി ആയിരുന്നെങ്കിൽ കൂടി കുറച്ചുകൂടി നിയമത്തിന്റെ പരിരക്ഷ ഈ സ്ത്രീകൾക്ക്, അതിജീവിതകളെന്ന് അവകാശപ്പെടുന്ന സ്ത്രീകൾക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, കോടതി വളരെ കൃത്യമായി ഇന്നലെ നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു. കോടതി അത്തരം നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ശാന്തമായിരിക്കുന്ന മാധ്യമങ്ങളെ കാണാം. മാധ്യമങ്ങൾക്കും ഇതിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ പറയും മാധ്യമങ്ങൾ കളത്തിലിറങ്ങി കളിക്കരുത്, ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയും ചെയ്യാവൂ എന്ന് പറയുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും കളത്തിലിറങ്ങി കളിക്കുകയും അതുവഴി പേര് സമ്പാദിക്കുകയും ചെയ്തു. ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്ന് വരെ ജീവിതത്തിൽ പേരിൽ അടയാളപ്പെടുത്താൻ ഒരു വാർത്ത പോലും ഇല്ലാത്തൊരു മാധ്യമ പ്രവർത്തക
ഈയിടെ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്തത് ഈ രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലൂടെയാണ്. സ്വന്തമായി അവർക്ക് പറയാൻ ഒരു വാർത്ത പോലും അവരുടെ പിന്നിലില്ല. സാധാരണ ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന ഒരാൾ ഈ ഒരു വിഷയത്തിൽ നിലപാടെടുത്തു എന്ന് പറഞ്ഞ് ഇടതുപക്ഷം വലിയ രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുകയും സംസ്ഥാന അവാർഡ് കൊടുക്കുകയും അതിനുശേഷം അവരെ ഇപ്പോൾ വലിയ രീതിയിലേക്ക് മറ്റൊരു ചാനൽ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നമ്മൾ കാണുന്നതാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദുമായി ബന്ധപ്പെട്ട വിഷയം ഈ പ്രശ്നത്തിനിടയിൽ തന്നെ ഉണ്ടായതാണ്. ചലച്ചിത്ര രംഗത്തു നിന്നുള്ള ഒരാൾ ആശ ആച്ചി തോമസ് അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. തന്നെ അതിജീവിത എന്ന് വിളിക്കേണ്ട എന്നും തന്റെ പേരാരും ഉപയോഗിക്കാതിരിക്കരുതെന്നും തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഒക്കെ അവർ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഇന്ന് മനോരമ പത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കണം, ഒരേ സമയത്ത് നടന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ നിലപാടാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇടതുപക്ഷത്തിന് എന്തെങ്കിലും സവിശേഷമായ പ്രിവിലേജുകളുണ്ടോ? സ്ത്രീകളെ ഭീഷണിപ്പെടുത്താമെന്നോ, സ്ത്രീകളെ കയറി പിടിക്കാമെന്നോ, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ അതൊന്നും പ്രശ്നമല്ല എന്ന് എങ്ങനെയാണ് കേരളത്തിലെ സർക്കാരിന് ഒരു നിലപാടെടുക്കാൻ കഴിയുക? എത്ര താമസിച്ചിട്ടാണ്, ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ പേരിൽ ഒരു FIR പോലും വീഴുന്നത്, അതും പരാതിക്കാരി പരസ്യമായി രംഗത്ത് വന്നതോടെ. എന്നാൽ വിവാഹിതരായ ഒരു തരത്തിലും കോടതിയിൽ നിൽക്കാത്ത കേസുകളുമായി വന്നിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകളെ അതിജീവിതകളായി വാഴ്ത്തി അവരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുത്ത് അവരെ ഉപദ്രവിച്ച് അവരെ ജയിലിലാക്കി അത്തരത്തിലുള്ള നീക്കങ്ങളുമായി വന്നിരിക്കുന്നു. ഈ പറയപ്പെടുന്ന എടുത്ത കേസിൽ ദീപ ജോസഫ് ആണെങ്കിലും പിന്നെയും രഞ്ജിത പുളിക്കനാണ് അല്പമെങ്കിലും കടന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്. രാഹുൽ ഈശ്വർ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള അതിജീവിതകളുടെ കാര്യത്തിൽ അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ സുപ്രീം കോടതിയിൽ ദീപ പോയി, അതൊരു അവിവേകമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതി, സെഷൻസ് കോർട്ടുകൾ, അങ്ങനെ സെഷൻസ്, അത് കഴിഞ്ഞ് ഹൈക്കോർട്ട്, അങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പോൾ FIR കോഷിയാണെങ്കിൽ ഹൈക്കോർട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ കേരള ഹൈക്കോർട്ടിൽ വന്ന് കോഷ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ജാമ്യം എടുക്കാനോ ഒക്കെ ശ്രമിക്കേണ്ടതിന് പകരം, ജാമ്യം എടുക്കേണ്ടത് താഴത്തെ കോടതികളിൽ നിന്ന് തുടങ്ങി മുകളിലത്തെ കോടതികളിലേക്ക് പോകണം. അങ്ങനെ ജാമ്യം എടുക്കേണ്ടതിന് പകരം നേരെ സുപ്രീം കോടതിയിലേക്ക് പോയതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ദീപയെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കാരണം. മാത്രമല്ല ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ കോടതി വായിച്ചു നോക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു പക്ഷേ ആ സമയം വളരെ കുറവാണ് സുപ്രീം കോടതിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ കോടതിക്ക് പോലും സാധിക്കണമെന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും ഒരു സ്ത്രീയെക്കുറിച്ച് സ്ത്രീ പറഞ്ഞു എന്നുള്ളത്. ഈ കേസിന്റെ മെറിറ്റുകളൊന്നും സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ വന്ന ഒരു പ്രശ്നത്തെ, അതായത് ഹൈക്കോടതിയിൽ പോകൂ, ഇവിടെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതിനെ വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ദീപ ജോസഫിനെ എടുത്തിട്ട് അലക്കി, അല്ലെങ്കിൽ ദീപ ജോസഫിനെ ഇപ്പൊ തൂക്കിക്കൊല്ലാൻ ഇരിക്കുമെന്ന രീതിയിലുള്ള പ്രചരണം കഴിഞ്ഞ ദിവസം നടത്താൻ ശ്രമിച്ചു. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരാതി വരുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാതി വരുമ്പോൾ, ഇപ്പൊ വേടന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വേടനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു. രണ്ടോ മൂന്നോ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള വേടൻ, 2 മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള വേടൻ. പക്ഷെ വേടൻ സംസാരിക്കുന്നത് CPM-ന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വേടൻ പരിശുദ്ധനാകുന്നു. അതെന്ത് ന്യായവും എന്ത് നീതിയുമാണ്? ഇവിടെയാണ് കേരളത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നു, അവർ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അവർ അവരുടെ ചിത്രം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോ മനോരമ പത്രത്തിൽ ഒരു ഇന്റർവ്യൂ നൽകിയിരിക്കുന്നു. അതായത് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർ പറയുന്ന ഓരോ വാക്കുകളും. നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല. വീണ്ടും വീണ്ടും പറയുന്നു, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു MLA എന്ന രീതിയിൽ, ഒരു വ്യക്തി എന്ന രീതിയിൽ, വ്യക്തി ശുചിത്വം പോലും പാലിക്കാതെ ഒരേ സമയം നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കിയതും അവരെ എല്ലാം വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. പക്ഷെ വിവാഹ വാഗ്ദാനം അതിൽ നിലനിൽക്കില്ല. എങ്ങനെയാണ് വിവാഹിതയായ ഒരു യുവതിക്ക്, ഭർത്താവിനൊപ്പം താമസിക്കുന്ന ഒരു യുവതിക്ക് വിവാഹ വാഗ്ദാനം സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവരാരെങ്കിലും ഡിവോഴ്സുകളായിരുന്നെങ്കിൽ പോലും ഈ വിവാഹ വാഗ്ദാനവും ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ഒക്കെ നിലനിന്നേനും. അതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. അത് കോടതിയിൽ പോയാൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് കുറച്ച് ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറയേണ്ടതുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ദിലീപിനെ 89 ദിവസം ജയിലിലിട്ടത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയും ദിവസം ജയിലിലിട്ടത്? ഈ 2 ചോദ്യങ്ങൾ സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ അതും മനസ്സിലാക്കാനോ പറഞ്ഞു കൊടുക്കാനോ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല.
ഏതൊരു കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗം, അബോർഷൻ, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ വിഷയത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം ലഹരിക്കെതിരെ നിരന്തരം പടവെട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഫിലിപ്പ് മമ്പാട്. അതുകൊണ്ട് തന്നെ ട്രാപ്പ് ചെയ്യപ്പെട്ടാണോ എന്ന് സംശയമുണ്ട്. ഇവിടെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ദിലീപിന്റെ കേസാണെങ്കിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളാണെങ്കിലും, പ്രതി ഇൻഫ്ലുവൻഷ്യലായ ആൾക്കാരാകുമ്പോൾ തീർച്ചയായും കോടതിയല്ല അന്വേഷണം നടത്തുന്നത് കേരളത്തിലെ പോലീസാണ്. പോലീസ് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ പുറത്തു പോയാൽ ഇരകളെ ഉപദ്രവിക്കും, ഇയാൾ പുറത്തു പോയാൽ തെളിവുകൾ മായ്ക്കപ്പെടും, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് വലിയ രീതിയിൽ കേസിനെ സ്വാധീനിക്കാൻ ഇടവരുത്തും. ഇത്രയും കാര്യം കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ തീർച്ചയായും ജാമ്യം നിഷേധിക്കുക എന്ന പ്രോസസ്സിലേക്ക് മാത്രമേ കോടതികൾക്ക് പോകാൻ കഴിയൂ. ഇനി അഥവാ എങ്ങനെയാണ് ഹൈക്കോടതിയിലെത്തുമ്പോൾ ജാമ്യം നൽകുന്നതെന്നാണ്. ജില്ലാ കോടതികളോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതികളോ ഒക്കെ ജാമ്യം നൽകാൻ അല്പം പേടിക്കും. ഹൈക്കോടതിക്ക് മറ്റു പ്രശ്നങ്ങളും ഇതുമില്ലാത്തതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉന്നത കോടതി എന്ന രീതിയിൽ ഹൈക്കോടതിക്ക് അതിൽ തീരുമാനമെടുക്കാം. അതുകൊണ്ടാണ് പലപ്പോഴും ജില്ലാ കോടതികൾ പലപ്പോഴും ജാമ്യം നിഷേധിക്കുന്നത്. ഇതൊന്നും അറിയാത്ത സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവരൊക്കെ ജയിലിൽ പോകുന്നതെന്ന് ചോദിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കേസ് ഉണ്ടായാൽ ആർക്കാണെങ്കിലും, നമുക്കാണെങ്കിൽ പോലും ജാമ്യം നിഷേധിക്കപ്പെടും. അക്കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കേരളത്തിലെ CPM-ന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നതാണ് PT കുഞ്ഞുമുഹമ്മദിന്റെയും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഞാൻ പറയുന്നു, 100 വട്ടം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല ഇത്. പക്ഷേ ഒരു കൃത്യമായ തെളിവുകളില്ലാതെ അല്ലെങ്കിൽ കൃത്യമായ ഒരു കേസ് കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഏതെങ്കിലും രീതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനമോ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് നിലനിൽക്കുമായിരുന്നു. ഇവിടെ നിലനിൽക്കാത്ത കേസുകളുമായി കോടതിയിൽ പോയി ഒരാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക്, ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയെയും സംരക്ഷിക്കാനുള്ള നീക്കമല്ല നടത്തുന്നത്. സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീകൾ ഒരു അതിജീവിത എവിടെയോ ആണ്. പക്ഷെ ആദ്യത്തെ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ജീവിതം തകർന്നു പോയത് ആ അതിജീവിതയ്ക്കാണ്. ആലോചിച്ച് നോക്കൂ, വളരെ നന്നായി ആങ്കർ ചെയ്തുകൊണ്ടിരുന്ന, വളരെ നന്നായി പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇനി പുറത്തിറങ്ങാനാകാത്ത സാഹചര്യം ഉണ്ടാക്കുകയും സത്യത്തിൽ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. ഈ മാധ്യമങ്ങൾ ആരെങ്കിലും ഇനി ആ പെൺകുട്ടിക്ക് ഒരു ജോലി നൽകുമോ? യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി വലിയ അപകടത്തിൽപ്പെട്ടു എന്നേ പറയാനുള്ളൂ. ഇനി ഈ ഒരു രീതിയിൽ, ഈ ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ആ പെൺകുട്ടി പ്രതിരോധത്തിലകപ്പെട്ടു. സത്യത്തിൽ ഇവിടെ ആകെ നഷ്ടം ആ പെൺകുട്ടിക്ക് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വഴി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുമ്പോട്ട് ജീവിക്കാൻ കഴിയും. വേറെ ഏതെങ്കിലും ഒരു കോഴ്സ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇനി LLB അന്ന് എന്തെങ്കിലും പഠിച്ചാൽ അയാൾക്ക് ജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാം. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇപ്പോൾ വലിയ അപകടത്തിലായിരിക്കുന്നത്. അതിന് ഇപ്പോൾ പഠിച്ച അനുസരിച്ച്, ഇപ്പോൾ അത് ആ യോഗ്യത അനുസരിച്ച് ജോലി ചെയ്യാനോ ജോലി നൽകാനോ ഒരു മാധ്യമങ്ങളും തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം. മാധ്യമങ്ങൾ അതിലൊരു മാനദണ്ഡം സൃഷ്ടിക്കണം. പെൺകുട്ടിക്ക് ഒരു ജോലി നൽകാൻ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറാവും. അത് പെൺകുട്ടി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല. ഇപ്പോൾ പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. മറ്റെവിടെയും ആ പെൺകുട്ടിയെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ഒരു ജോലി നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പെൺകുട്ടി ഏതെങ്കിലും ടെസ്റ്റ് എഴുതി ഗവൺമെന്റിലേക്കോ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി ഇനി ജോലിയിലേക്ക് പ്രവേശിക്കുകയല്ലാതെ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള സാഹചര്യം പോലും ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മറ്റൊരു സ്ത്രീ പൊരുതുമ്പോൾ ആ സ്ത്രീക്ക് ഒരു പ്രിവിലേജും നൽകാതെ ആ സ്ത്രീ തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരാകും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയത്തെ കോർണർ ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പിണറായി വിജയന് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഇന്റർവ്യൂവിലൂടെ വെളിപ്പെടുന്നത്.